പുതിയ ദിവസത്തിൽ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ സ്വന്തമാക്കി തീർക്കുവാൻ ദൈവകൃപ നമ്മുടെ മേൽ അധികമായി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തനിമയിലേക്ക് എന്ന ഈ പഠനം നമ്മെ അതിനായി ശക്തരാകുന്നതിനായി ദൈവകൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? നാം അറിയേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ് നാം അറിയേണ്ടത്? നമ്മളെ വിലയ്ക്ക് വാങ്ങിയവരാണ്. നമുക്ക് അറിയാം, ഒരു സാധനം വിലയ്ക്ക് മേടിക്കണമെങ്കിൽ ആ മേടിക്കുന്ന ആളിന് ആ സാധനത്തെ കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കണം. യാതൊരു പ്രയോജനവും ഇല്ലാത്ത സാധനം ആരും ഒരിക്കലും വിലയ്ക്ക് വാങ്ങുകയില്ല. വിലയ്ക്ക് മേടിക്കുമ്പോൾ അതിൻ്റെ പിൻപിൽ ഒരു ഉദ്ദേശം കാണും. ആ വില കൊടുക്കുന്ന ആളിന് ത്യാഗം ഉണ്ടാവും. ആ വിലയ്ക്ക് വാങ്ങുന്ന സാധനത്തെ അത് വാങ്ങുന്ന ആൾ വിലയേറിയതായി കാണുകയും ചെയ്യും. വിലയേറിയ സാധനം മാത്രമാണ് നാം വിലയ്ക്ക് വാങ്ങുന്നത്. വില കൊടുക്കാതെ നാം മേടിക്കുന്ന സാധനമൊന്നും വലിയ ആയുസ്സോ പ്രയോജനമോ ഒന്നും കാണുകയില്ല. ഇന്ന് മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഒരുപാട് കിട്ടുന്നുണ്ട്. എന്നാൽ അവയ്ക്കൊന്നും വലിയ ആയുസ്സില്ല. വില കൊടുത്ത് യഥാർത്ഥ വില കൊടുത്ത് വാങ്ങുന്ന സാധനമാകട്ടെ അതിന് അതിൻ്റേതായ പ്രയോജനവും അതിൻ്റേതായ ഗുണവിശേഷവും മേന്മയും ഉണ്ടായിരിക്കും. മനുഷ്യനെക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത്? യെശയ്യാവ് 43-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, നീ എനിക്ക് വിലയേറിയവനും ബഹുമാന്യനുമാകുന്നു. നമ്മെ ഓരോരുത്തരെയും ദൈവം കാണുന്നത് വിലയേറിയവരും ബഹുമാന്യരുമാകുന്നു. അത് നമ്മൾ തിരിച്ചറിയാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം. എൻ്റെ ദൈവത്തിന് ഞാൻ വിലയേറിയവനാണ് മാത്രമാണോ? എൻ്റെ ദൈവത്തിന് ഞാൻ ബഹുമാന്യനാണ്. നമുക്ക് എത്ര പേർക്ക് അത് തിരിച്ചറിയുവാൻ കഴിയും? പലപ്പോഴും എനിക്ക് ലഭിക്കുന്ന ദൈവസ്നേഹം പോരാ, ദൈവകരുതൽ പോരാ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പോരാ എന്ന് പരാതിപ്പെടുവാൻ മാത്രമാണ് നമുക്ക് സാധിക്കുന്നത്. നമ്മളെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം, എപ്പോഴും നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന ദൈവം നമ്മളെ മുഴുവനായിട്ട് അറിയുന്നു എന്നുള്ള സത്യമാണ് നാം ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഈ നോയമ്പ് കാലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സർവ്വതാ ലഭിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതം എത്രമാത്രം താറുമാറായതായാലും എത്രമാത്രം വഷളായതായാലും നമുക്കോർക്കാം, നമ്മുടെ ജീവിതം ദൈവത്തിന് വിലയേറിയതാണ്. നമ്മുടെ കയ്യിൽ ഒരു മുഷിഞ്ഞതും അഴുക്ക് പിടിച്ചതുമായ ഒരു 500 രൂപയുടെ നോട്ട് ഉണ്ട് എന്നിരിക്കട്ടെ. ആ നോട്ടും കൊണ്ട് നാം കടയിൽ ചെന്നാൽ കടക്കാരനത് എടുക്കുകയില്ല. കാരണം മുഷിഞ്ഞ നോട്ട് ചിലവാകുകയില്ല എന്ന ഒരു പരാതിയാണ് അവൻ പറയുന്നത്. നമ്മൾ എവിടെ കൊണ്ടുപോയാലും ആർക്കും ആ 500 രൂപ, മുഷിഞ്ഞ 500 രൂപ വേണ്ട. എന്നാൽ ആ 500 രൂപയുടെ കടലാസ് കഷണത്തിന് വിലയിട്ട റിസർവ് ബാങ്കിൽ കൊണ്ടു ചെന്നാൽ പകരം പുതിയ 500 രൂപ നോട്ട്
നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് നാം അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ്. നമ്മുടെ ജീവിതത്തെയും ദൈവം കാണുന്നത് ഇതുപോലെയല്ലേ? നമുക്ക് വിലയിട്ടിരിക്കുന്ന ദൈവം ആ വില എന്നും അത് നിത്യമായ വിലയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാളിച്ചകളോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളോ ഒന്നും അതിനെ ബാധിക്കുന്നില്ല. നാം വിലയുള്ളവരാണ് എന്നുള്ള ആ സത്യം നാം തിരിച്ചറിയുമ്പോൾ ദൈവം നമ്മെ അധികമായി എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങുന്നു. നാം വിലയുള്ളവരാണ് എന്ന് അറിയുമ്പോൾ നാം ദൈവത്തോട് നന്ദിയുള്ളവരായിത്തീരുന്നു. നമ്മുടെ ജീവിതം എത്ര വിലകെട്ടതായിപ്പോയിക്കോട്ടെ, എന്നാൽ ഒരിക്കൽ നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ, ഞാൻ എത്രമാത്രം വിലയുള്ളവനാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ, നമ്മുടെ പിന്നീടുള്ള ജീവിതം വെച്ചടി ആത്മീയതയിലേക്ക് നാം ഉയർന്നുകൊണ്ടിരിക്കും. നമുക്ക് പരിചിതമായ ഒരു വ്യക്തിയാണല്ലോ മദ്രാസിലെ മോൻ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന റെനി ജോർജ്. 2 വ്യക്തികളെ കൊല ചെയ്തതിൻ്റെ പേരിൽ തടവിൽ ജീവപര്യന്തം ആക്കപ്പെട്ട ഒരു കുറ്റവാളി. ആ റെനി ജോർജിൻ്റെ ജീവിതത്തിൽ താൻ ദൈവത്തിന് വിലയേറിയവനാണ് എന്നുള്ള തിരിച്ചറിവ് മനസ്സിലേക്ക് വന്നപ്പോൾ അവൻ ദൈവത്തിന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു. ഇപ്പോൾ എത്ര മഹത്തായ ശുശ്രൂഷയാണ് രാജ്യത്ത് ഉടനീളം ഓടി നടന്ന് പ്രവർത്തിക്കുന്നത്. പഴയതൊക്കെ കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായി തീർന്നു. പണ്ട് ജീവിതത്തിൽ പാളിച്ചകൾ വന്നു. എല്ലാവർക്കും നാട് മുഴുവനും അറിയാവുന്നൊരു കഥയാണത്. താൻ തന്നെ അത് പല വേദികളിലും ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതം എത്ര മുഷിഞ്ഞതാണെങ്കിലും, മുഷിഞ്ഞ നോട്ട് റിസർവ് ബാങ്ക് മാറി പുതിയ നോട്ട് തരുന്നത് പോലെ നമ്മളുടെ ജീവിതത്തെ പുതുതാക്കുവാൻ, ശക്തമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ ദൈവം നമ്മോട് പറയുകയാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, നീ എനിക്ക് വിലയേറിയവരാണ്. ആരെയാണ് കൂടുതൽ ദൈവം സ്നേഹിക്കുന്നത്? നമുക്ക് പറയുവാൻ സാധിക്കുമോ? ആർക്കാണ് കൂടുതൽ വില കൊടുത്തത്? ഒറ്റ വിലയെ ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ, തൻ്റെ പുത്രൻ്റെ ജീവനെ. ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും വലിയ നീതിമാനെന്ന് അഭിമാനിക്കുന്നവനും ദൈവം കൊടുത്തിരിക്കുന്ന വില തൻ്റെ പുത്രൻ്റെ ജീവനാണ് കൊടുത്തിരിക്കുന്നത്. പുത്രൻ്റെ ജീവനെ കൊടുത്ത്, പുത്രൻ്റെ ശരീരവും രക്തവും കൊടുത്ത് ഓരോ വ്യക്തിയെയും ദൈവം വാങ്ങിയിരിക്കുന്നു. പോപ്പ് ഫ്രാൻസിസിനും ജയിലിൽ കിടക്കുന്ന വലിയ കൊള്ളക്കാരനും ഒരു വിലയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥനയെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ്. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയണം. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവസ്നേഹം തന്നെയാണ്. ദൈവസ്നേഹം എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചറിയുവാനുള്ള, വിവേചിച്ചറിയുവാനുള്ള, രുചിച്ചറിയുവാനുള്ള ആത്മാവിൻ്റെ പ്രകാശമാണ് നമ്മൾ ജ്വലിക്കേണ്ടത്. ആ നമ്മുടെ ആത്മാവ് ജ്വലിക്കുമ്പോൾ ദൈവസ്നേഹത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഞാനും ദൈവത്തിന് പ്രയോജനമുള്ളവനാണ്, ഞാനും ദൈവത്തിന് വേണ്ടപ്പെട്ടവനാണ്. എന്നെയും ദൈവം ഈ ലോകത്തിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി പ്രകാരമാണ്. അത് ദൈവത്തിൻ്റെ എന്നെക്കുറിച്ചുള്ള പദ്ധതി തിന്മയ്ക്കല്ല, നന്മയ്ക്കുള്ള നിരൂപണങ്ങളായി ഇന്ന് അനുഭവിച്ചറിയുവാൻ ദൈവമേ പരിശുദ്ധാത്മാവിനെ തന്ന് എന്നെ വഴി നടത്തണമേ എന്ന പ്രാർത്ഥനയോടെ
ഈ പുതിയ ദിവസത്തെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.